എന്തായാലും ഞാൻ എൻ്റെ നാട്ടിലാണ് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് ശ്രീകാര്യം ചെറുവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാരണം ഇവിടെ ഈ കാണുന്ന വീട്ടിൽ ഒരു 3-4 ദിവസം കൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട്, പാമ്പിനെ കാണുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ വരുമ്പോൾ അത് പാറക്കെട്ടിനകത്ത് കടന്നു പോകും. എന്തായാലും ഒരു അതിഥി വയറിങ്ങനെ മടക്കി വെച്ച് മാളത്തിനകത്ത് വയറ് വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കിട്ടുമോ എന്നെനിക്കറിയില്ല. കാരണം പാറക്കെട്ടാണ് നമുക്ക് കൈ കടത്തി എടുക്കാൻ കഴിയില്ല. ആ വയറിൻ്റെ ഒരു അല്പം മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഞാൻ പാമ്പിനെ പിടിക്കുന്ന ഒരു ടൈപ്പ് ഹൂക്ക് എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തിനെ പറഞ്ഞയച്ച് അതെടുക്കാനായി പോയിരിക്കുകയാണ്. അത് വന്നാൽ നമുക്കൊന്ന് പതുക്കെ ഒന്ന് പിടിച്ച് പോകാം. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിലില്ല. അങ്ങനെ ഒരു ശ്രമം നടത്താൻ മാത്രമേ കഴിയൂ. ചെറിയൊരു നല്ല ശരീരത്തിന് എന്തോ അപകടം പറ്റിയ അല്ലെങ്കിൽ ഒരു ടയേർഡ് ആയൊരു പാമ്പാണ്. നമുക്ക് ശ്രമിച്ച് നോക്കാം അതിഥിയെ കിട്ടുമോ എന്ന്. എന്നിട്ട് നോക്കാം. എന്തായാലും നമ്മൾ വന്നത് പാഴായില്ല. അതിഥി ഈ കാണുന്ന മാളത്തിലങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ട്. നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. എത്ര കണ്ട് വിജയിക്കും എന്നെനിക്കറിയില്ല. നമുക്ക് കമ്പിയോ അല്ലെങ്കിൽ വളഞ്ഞ കമ്പിയോ എന്തെങ്കിലും വെച്ച് അതിനെ ഒന്ന് പിടിച്ച് അല്ലെങ്കിൽ കമ്പി വെച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നാൽ കഴിയും. സാധനം ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. അതിഥിയെ കണ്ട് ശരീരമൊക്കെ നല്ല ടയേർഡായ, ചട്ട പൊഴിക്കാറായ, സ്കിൻ ഷെഡ് ചെയ്യാറായ ഒരു ഫീമെയിൽ അതിഥിയുടെ ലക്ഷണമാണ് കാണുന്നത്. എന്നാലും ഈ അതിഥിയെ പിടിക്കാനായി 3 പ്രാവശ്യം ഞാനിവിടെ വന്നു. നമുക്കെന്തായാലും ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതല്ല. എന്നാലും ഇതൊരു ഹൂക്കല്ല, ഒരു കമ്പിയുടെ അഗ്രം വളഞ്ഞതാണ്. ഇത് ഈ മാളത്തിനകത്തായി കരിങ്കല്ലിട്ടിനകത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൈയിട്ടിങ്ങ് എടുക്കാൻ പറ്റും. ഇതൊരു ശ്രമം നടത്തി നോക്കാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അത് വിജയിക്കണം എന്നില്ല. അപ്പോൾ അതിനെ അധികം നമുക്ക് വേദനിപ്പിക്കാൻ കഴിയാത്തതിന് പതുക്കെ ഈ ഹൂക്ക് വെച്ച് അല്ലെങ്കിൽ ഈ അഗ്രം വളഞ്ഞ കമ്പി വെച്ച് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച് നോക്കാം. കിട്ടുമോ എന്ന് എനിക്ക് 100%, 10% പോലും ഉറപ്പില്ല. നമുക്ക് നോക്കാം നമ്മുടെ അതിഥിയെ വേദനിപ്പിക്കാതെ പുറത്തേക്ക്. എന്തായാലും എന്നെ 2-3 ദിവസം മെനക്കെടുത്തിയ അതിഥിയെ നമ്മൾ പിടിച്ചു. അദ്ദേഹം പടം സ്കിൻ ഷെഡ് ചെയ്യും, ചട്ട പൊഴിക്കുന്നു. അതുമാത്രം ഇദ്ദേഹത്തിൻ്റെ ദേഹത്തൊക്കെ എന്തോ മുറിവുണ്ട്. കാരണം എനിക്ക് സംശയം തോന്നുന്നത് ഏത് വീട്ടിൽ ഈ അതിഥി പോയി കടന്നു പോയപ്പോൾ ആരോ മണ്ണെണ്ണ ഒഴിച്ചിട്ട് പൊള്ളിയ ഒരു പാടാണ് ഈ കാണാൻ കഴിയുക. ഈ സ്കിന്നൊക്കെ അഴുകി നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ എനിക്കൊന്ന് മണ്ണെണ്ണ വീണിട്ട് അഴുകാനേ സാധ്യതയുള്ളൂ. പക്ഷേ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ചാടി കടിക്കാനായി വരുന്നുണ്ട്. എന്തായാലും മറ്റൊരു പ്രത്യേകതയുള്ളത് കടിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുപോലെ ഫീമെയിൽ പെൺ പാമ്പാണ് ഇദ്ദേഹം. അതുപോലെ നമ്മുടെ നാട്ടിൽ പാമ്പുകളുടെ മാറ്റിംഗ് സമയം, ഇണചേൽ സമയമാണ് ഇപ്പോൾ. നവംബർ, ഡിസംബർ, ജനുവരി ആദ്യം വരെയൊക്കെ പാമ്പുകളുടെ മൂർഖൻ്റെ അണലിയുടെയൊക്കെ മാറ്റിംഗ് സമയമാണ്. എന്തായാലും നല്ല ദേഹത്ത് നന്നായിട്ട് മണ്ണെണ്ണ വീണ് പൊള്ളിയ പാടുണ്ട്. ഇദ്ദേഹത്തിന് നമുക്ക് അറിയാം, ഭയങ്കര സ്മെല്ലാണ്, നല്ല നാട്ടം. അതായത് ഈ സ്കിന്നിൽ മണ്ണെണ്ണ വീണ്ട ഏകദേശം ഒരു 2 ആഴ്ചയെങ്കിലും ആയി കാണും. അപ്പോൾ ആ വേദന അല്ലെങ്കിൽ ഈ സ്കിൻ പൊഴിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള മുറിവ് കരിഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മുറിവ് അല്ലെങ്കിൽ ആ സ്കിൻ ഷെഡ് ചെയ്യാൻ വേണ്ടി, സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ വെയിൽ ആവശ്യമാണ്. അപ്പോൾ ആ വെയിൽ കൊള്ളാൻ വേണ്ടി കൂടെ വെളിയിലേക്ക് ഇറങ്ങി വരികയും തിരിച്ച് അതുപോലെ പെട്ടെന്ന് അകത്ത് കിടക്കുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം, ഈ വീടും ഈ പാമ്പിരുന്ന സ്ഥലവും തമ്മിൽ 10 അടി പോലും വ്യത്യാസമില്ല. ഇത് DR എടുക്കുക, പഞ്ചായത്ത് അല്ല കോർപ്പറേഷൻ്റെ മതിൽ, കോർപ്പറേഷൻ സർക്കാർ കെട്ടിയ മതിലാണ്. ഇവിടെ നിന്ന് ഒരു 100, 150, 200 അടി നീളത്തിന് ഈ മതിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ മതിലിനകത്ത്, ഈ മാളത്തിൽ ഈ അതിഥി കയറി കഴിഞ്ഞാൽ ഈ 200 അടി അകത്തേക്ക് 200 അടി നീളത്തിലുള്ള മതിലിൻ്റെ അറ്റം വരെയും ഈ അതിഥിക്ക് പോകാൻ കഴിയും. അത്രയ്ക്ക് DR അടുക്കിയിരിക്കണം. അപ്പോൾ ഈ ഫീമെയിൽ അതിഥി ഇദ്ദേഹം കടിക്കാൻ ആണ് ശ്രമിക്കുക. കാരണം ഇദ്ദേഹത്തിൻ്റെ ശരീരം നല്ല ടയേർഡ് ആയതുകൊണ്ട്, നല്ല വേദനയുള്ളതുകൊണ്ട്, നല്ല പെയിൻ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു കടി, നേരത്തെ എൻ്റെ മുഖത്തിന് നേരെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു, അത് നേരെ അങ്ങ് മിസ്സായി പോവുകയാണ് ചെയ്തത്.
നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ചട്ട പൊഴിയണമെങ്കിൽ വെള്ളവും വേണം, ചൂടും വേണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അദ്ദേഹത്തിനെ ഒന്ന് തണുപ്പിക്കാം. ഇനി അദ്ദേഹത്തിന് ചട്ട പൊഴിഞ്ഞു പോകാൻ നല്ല എളുപ്പമായിരിക്കും. കണ്ടോ, പെട്ടെന്ന് ചട്ട പൊഴിഞ്ഞു പോകുന്നു. അത് നമ്മളെന്തായാലും ചട്ട പൊഴിക്കുന്നില്ല, കാരണം ദേഹത്ത് മുറിവുള്ളതുകൊണ്ട് ചട്ട പൊഴിപ്പിച്ചിട്ട് കാര്യമില്ല, താനേ അങ്ങ് പൊഴിഞ്ഞു പോട്ടെ. എന്തായാലും നമ്മൾ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ ഈ വേദന അനുഭവിക്കുന്ന ഈ സാധു അതിഥിയെ, അല്ലെങ്കിൽ ഈ വേദന അനുഭവിക്കുന്ന ഈ നമ്മുടെ സ്പെട്ടിക്കിൾ ഗോപുരം, അല്ലെങ്കിൽ മൂർഖനെ, അല്ലെങ്കിൽ നാഗത്തെ, അല്ലെങ്കിൽ സർപ്പത്തെ, ഈ അതിഥിയെ നമ്മൾ അധികം വേദനിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ നമ്മൾ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി യാത്ര ചെയ്യേണ്ടതുണ്ട്. അടുത്ത അതിഥി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതല്ല, നമ്മളെ കാത്തിരിക്കുന്നത് കുറച്ചടുത്ത്, തൊട്ടടുത്ത് ഒരു 10 കിലോമീറ്ററിനടുത്ത് ഒരു വീട്ടിൽ ഉത്തരത്തിൽ ചുറ്റിയിരിക്കുന്നു എന്നാണ് ആ വീട്ടിൽ നിന്ന് കോൾ വന്നത്. എന്തായാലും നമുക്ക് സമയം കളയാനില്ല. ആ അതിഥിയെ നമുക്കൊന്ന്, ഈ അതിഥിയെ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത അതിഥിക്കായി യാത്ര ആരംഭിക്കാം. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. 8 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു പെൺ മൂർഖൻ പാമ്പിനെയാണ് നമ്മൾ പിടികൂടിയത്. അദ്ദേഹത്തിൻ്റെ ശരീരം നല്ല ടയേർഡാണ്, നല്ല മണ്ണെണ്ണയുമൊക്കെ വേണ്ടി നല്ല പൊള്ളലുണ്ട്, ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ള അവസരമില്ല. എനിക്ക് ഒട്ടനവധി കോളുകൾ വെയിറ്റിങ്ങിലാണ്. നമുക്ക് ഈ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 938797944441.